തീർച്ചയായിട്ടും ഹാഷ്മി, ഇന്ന് രാത്രിയോടാണ് പാകിസ്ഥാൻ വീണ്ടും ഒരു പ്രകോപനത്തിനായി അത്തരമൊരു പ്രകോപനം നടത്തിയത്. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്താനായി ഒരുങ്ങി. അങ്ങനെ വിവിധ കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, വിമാനത്താവളങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു പാകിസ്ഥാൻ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടത്. പക്ഷേ അത് ആകാശത്തിൽ വെച്ച് തന്നെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെറിഞ്ഞു എന്നതാണ്. അതിനുശേഷം കൃത്യമായ മറുപടി നൽകാൻ ഇന്ത്യയും ഒരുങ്ങി. കര, വ്യോമ, നാവികസേനകൾ സംയുക്തമായി ചേർന്നുകൊണ്ട് തന്നെ അതിന് മറുപടി നൽകി എന്നുള്ളതാണ്. ആ സാഹചര്യത്തിലായിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംയുക്ത സൈനിക മേധാവിയുമായും 3 സേനാ മേധാവികളുമായും ഇതുമായി ബന്ധപ്പെട്ടുള്ള അവലോകന യോഗങ്ങൾ നടത്തിയത്. എന്താണ് നിലവിലെ സാഹചര്യം, എങ്ങനെയായിരിക്കും ആ തിരിച്ചടി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ ചർച്ച ചെയ്യുകയും അതിൽ കൃത്യമായി തന്നെ ആ മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നു. നിയന്ത്രണ രേഖയിലടക്കം ഷെല്ലിംഗ് ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതിന് അതേ നാണയത്തിൽ ഇന്ത്യൻ സൈന്യവും മറുപടി നൽകി. തിരിച്ചും ആർട്ടിലറി ഷെല്ലിംഗ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതായാണ് വിവരങ്ങൾ. വെടിവയ്പ് നടത്തുന്ന സാഹചര്യമുണ്ടായി. അതിനും തക്കതായ മറുപടി നൽകി. ഒടുവിൽ പാകിസ്ഥാന് ഉള്ളിൽ ചെന്ന് വരെ കൃത്യമായ മറുപടി ഇന്ത്യ നൽകിയിരിക്കുന്നു. ഇസ്ലാമാബാദിൽ പാക് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്നും 20 കിലോമീറ്റർ അകലെ ഇന്ത്യ ആക്രമണം നടത്തി. ഇന്ത്യ തിരിച്ചടിച്ചു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. കറാച്ചി തുറമുഖം ഉൾപ്പെടെ വൻ നാശനഷ്ടം ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ ഇപ്പോഴുമുണ്ട്. അങ്ങനെ 12 പ്രധാന നഗരങ്ങളിലാണ്, പാകിസ്ഥാൻ്റെ 12 പ്രധാന നഗരങ്ങളിലാണ് ഇന്ത്യ തിരിച്ചടി നടത്തിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. INS വിക്രാന്ത് ഒടുവിൽ കളത്തിലിറങ്ങി എന്നതുകൂടിയാണ്. INS വിക്രാന്ത് വഴി ഇത്തരത്തിൽ കറാച്ചിയിലടക്കം ആക്രമണം നടത്തിയതായാണ് ലഭിക്കുന്നത്. ഒപ്പം രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളും ഉണർന്നിരിക്കുന്ന മണിക്കൂറുകളാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണറുമായി സംസാരിക്കുകയുണ്ടായി. അവിടുത്തെ സ്ഥിതിഗതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും ആശങ്ക ഒഴിവാക്കി ഇരിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ നൽകുകയും ചെയ്തു. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ വൈദ്യുത ബന്ധം, ഈ പാകിസ്ഥാൻ പ്രകോപനത്തിന് പിന്നാലെ തന്നെ വൈദ്യുതി വിച്ഛേദിച്ചുകൊണ്ട് തുടർ നടപടികൾ, ജാഗ്രത പുലർത്തിക്കൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ ഓരോ സെക്കൻഡിലും രാജ്യം നടത്തി വരികയാണ്. പാകിസ്ഥാൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഏത് ആക്രമണത്തെയും ചെറുക്കാനും അതിന് മറുപടി നൽകാനുമുള്ള ശേഷി ഇന്ത്യക്കുണ്ട് എന്നൊരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് ലാഹോറിലെ വ്യോമ പ്രതിരോധ കേന്ദ്രം ഇന്ത്യ അത് തകർക്കുന്നത്. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു വ്യോമ പ്രതിരോധ HQ-9 എന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തത്. അത് മറ്റിടങ്ങളിലും ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട തിരിച്ചടികൾ നടത്തി. അതിനുശേഷം വൈകിട്ട് ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയും അതിൽ കൃത്യമായ വിവരങ്ങൾ നൽകുകയും ചെയ്തു. അതായത് പാകിസ്ഥാൻ്റെ റഡാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇന്ന് രാവിലെ ഇന്ത്യൻ സേന നടത്തിയ ദൗത്യം. അതിനൊടുവിൽ ലാഹോറിൽ ഇത്തരത്തിലൊരു തിരിച്ചടി നൽകാൻ കഴിഞ്ഞു എന്നതും വ്യക്തമാക്കുകയാണ് കേണൽ സോഫിയ ഖുറൈഷി നടത്തിയത്. അങ്ങനെ രാജ്യം അതേ നാണയത്തിൽ പാകിസ്ഥാന് മറുപടി നൽകുന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂർ, അത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നൽകിയ മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അത് തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട്, അതായത് പരിശീലന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ അജ്മൽ കസബിനെ പോലുള്ള അതിക്രൂര ഭീകരന്മാർക്ക് ഉൾപ്പെടെ പരിശീലനം നൽകിയ കേന്ദ്രങ്ങളാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തകർത്തത്. അതിൽ ആ നടപടിയിൽ, ഇന്ത്യയുടെ നടപടിയിൽ പാകിസ്ഥാന് പ്രകോപനം കൊള്ളുകയും അന്ന് തന്നെ ഇത്തരത്തിൽ നിയന്ത്രണ രേഖയ്ക്ക് നേരെ വെടിയുതിർക്കുന്ന തരത്തിൽ ഷെല്ലിംഗ് ആക്രമണം സാധാരണ ജനജീവിതത്തെ ലക്ഷ്യമിട്ട് നടത്തുകയും ചെയ്തു. അതിനും ഇന്ത്യൻ സേന മറുപടി നൽകി. സാധാരണ ഏതാണ്ട് 16 പേർ മരണപ്പെട്ടതായാണ് വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ന് വൈകിട്ടത്തെ വാർത്താ സമ്മേളനത്തിൽ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ പാകിസ്ഥാൻ ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തതിന് മറുപടിയായാണ് ഇന്ത്യയെ ആക്രമിക്കാനായി ഒരുങ്ങുന്നത്. ഇന്ത്യ കൃത്യമായി വ്യക്തമായും നിലപാട് അറിയിച്ചു. അതായത് ഒരു തരത്തിലും സാധാരണ ജനങ്ങളെയോ സൈനിക കേന്ദ്രങ്ങളെയോ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലക്ഷ്യമിട്ടിട്ടില്ല. മറിച്ച് കൃത്യമായ മാപ്പിംഗ് ഉൾപ്പെടെ നടത്തി ടാർഗറ്റ് സ്പോട്ട് ചെയ്താണ്, അതിന് കഴിയുന്ന, അതിന് ശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്, ആ ദൗത്യം പൂർത്തീകരിച്ചത് എന്നതായിരുന്നു. എന്നിട്ടും പാകിസ്ഥാൻ വീണ്ടും പ്രകോപനവുമായി മുന്നോട്ട് വരികയാണ് ചെയ്തത്. അതിനാണ് ഇപ്പോൾ തക്കതായ മറുപടി നൽകിയിരിക്കുന്നത്. ഇന്ന് വീണ്ടും 8 മിസൈലുകൾ പ്രയോഗിച്ചു. 8 എണ്ണം നിർവീര്യമാക്കി. വിവിധ ഇടങ്ങളിൽ
ഇടങ്ങളിലായി പത്താൻകോട്ട്, രാജസ്ഥാനിലെ ജയ്സാൽമീർ, പഞ്ചാബ് പത്താൻകോട്ട്, അതുപോലെ ജമ്മു കാശ്മീരിലെ വിവിധ ഇടങ്ങളിലായി ഡ്രോൺ ആക്രമണത്തിനും പാകിസ്ഥാൻ തയ്യാറെടുത്തു. അതിനെയും നിർവീര്യമാക്കി. അങ്ങനെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ച് പാകിസ്ഥാൻ്റെ ഈ ആക്രമണത്തെ പ്രതിരോധിക്കുവാനും അത് തകർക്കുവാനും കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇന്ത്യ തിരിച്ചടി നൽകിയത്. തുടക്കം മുതൽ ഇന്ത്യ വ്യക്തമാക്കുന്ന കാര്യം, യുദ്ധത്തിന് ഇന്ത്യക്ക് താല്പര്യമില്ല, പക്ഷേ പാകിസ്ഥാൻ പ്രകോപനവുമായി മുന്നോട്ട് പോയാൽ അതിന് മറുപടി നൽകിക്കൊണ്ടേയിരിക്കും എന്നതാണ് വിദേശകാര്യ മന്ത്രിയായിരുന്നാലും ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലായാലും വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചാൽ അതിന് കൃത്യമായ മറുപടി നൽകും. അത് രാജ്യത്തിൻ്റെ എല്ലാത്തിനും, അതായത് രാജ്യനന്മയ്ക്ക് കൂടിയായിരിക്കും അത്തരം നടപടികൾ ഉണ്ടാവുക എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കര, വ്യോമ, നാവിക സേനകൾ ഉണർന്ന് പ്രവർത്തിക്കുന്ന മണിക്കൂറുകളിലൂടെയാണ് നമ്മളിപ്പോൾ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹാഷ്മി.